ഫേസ്ബുക്കിൽ നമ്മൾ കണ്ട വീഡിയോസുകൾ നമുക്കതെങ്ങനെ തിരിച്ച് വീണ്ടും കാണാൻ സാധിക്കും? എത്ര മുമ്പേ കണ്ട വീഡിയോ ആണെങ്കിലും നമുക്കത് തിരിച്ച് വീണ്ടും കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ കണ്ടു നോക്കുക. നമുക്ക് എത്ര മുമ്പേ കണ്ട വീഡിയോ ആണെങ്കിലും നമുക്കത് തിരിച്ച് വീണ്ടും കാണാൻ സാധിക്കും. എന്നാൽ വീഡിയോ കാണാമെന്നല്ലാതെ നമുക്ക് ആ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആ വാച്ച് ഹിസ്റ്ററി ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത ഒരുപാട് ഹിസ്റ്ററികളുണ്ടാകും. അതും നമുക്ക് അതിൽ നിന്നും ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. അത് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും? അതിന് വേറൊരു ഓപ്ഷനാണുള്ളത്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ ഫേസ്ബുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ വലതുവശത്ത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റിംഗ്സും മറ്റുള്ള നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ മൊത്തം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ഏറ്റവും മുകളിൽ കാണുന്ന പ്രൊഫൈൽ സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആക്ടിവിറ്റി ലോഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നടുവിലായിട്ട് തന്നെ നിങ്ങൾക്കിവിടെ ബ്ലൂ കളറിൽ കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെർച്ച് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ. ഈ സെർച്ച് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിന്നും എന്തൊക്കെ വീഡിയോസുകൾ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക് മൊത്തമായിട്ടും ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ സെർച്ചസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ വീഡിയോ കണ്ട സെർച്ച് ഹിസ്റ്ററി മാത്രം നിങ്ങൾ ക്ലീൻ ചെയ്താൽ മതിയെങ്കിൽ ഓരോ വീഡിയോയുടെ വലതുവശത്ത് 3 ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഇത് ഒഴിവാക്കാൻ സാധിക്കും. അതല്ല നിങ്ങൾ കുറേ മുമ്പേ കണ്ട വീഡിയോസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ സെർച്ച് ചെയ്ത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇടതുവശത്ത് ഒരു ലോഗിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാറ്റഗറീസ് അനുസരിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കിവിടെ ഉണ്ട്. അതല്ലാതെ നിങ്ങൾക്കിവിടെ മൊത്തമായിട്ടും ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ക്ലിയർ സെർച്ചസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മൊത്തം നിങ്ങൾക്കിവിടെ സെർച്ച് ഹിസ്റ്ററി ക്ലീൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ബാക്ക് വീണ്ടും വരിക. വന്നതിന് ശേഷം ഇവിടെ കുറച്ച് ഈ ഇടതുവശത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ വാച്ച്ഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ സെർച്ച്ഡ് എന്ന ഒരു ഓപ്ഷനും നിങ്ങൾ കാണാൻ സാധിക്കും. വീഡിയോ വാച്ച്ഡ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാച്ച് ചെയ്ത വീഡിയോസുകളും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. മൊത്തമായിട്ടും ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലിയർ വീഡിയോ വാച്ച് ഹിസ്റ്ററി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഇവിടെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഓരോന്നാണ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ തൊട്ട് വലതുവശത്തായിട്ട് 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നിങ്ങൾക്ക് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കാറ്റഗറീസ് അനുസരിച്ച് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാറ്റഗറീസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ആ ഡേറ്റിലുള്ളത് മാത്രം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. വീണ്ടും നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് ഇവിടെ വീഡിയോസ് സെർച്ച്ഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സെർച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒന്ന് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാണ്. ആ സെർച്ച് ഹിസ്റ്ററിയും കൂടി നിങ്ങൾക്കിവിടെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലുള്ള സെർച്ച് ഹിസ്റ്ററിയും വാച്ച് ഹിസ്റ്ററിയും അതും മൊത്തമായിട്ടും നിങ്ങൾക്കിവിടെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു സെക്ഷനിലാണ് ഉള്ളത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.